ഒരു വീഴ്ചയും ഉണ്ടായില്ല. അവർ തെറ്റിദ്ധാരണ പരത്തുന്ന രൂപത്തിലുള്ള പ്രചരണങ്ങളാണ് നടന്നത്. ആ സംഭവം അങ്ങേയറ്റം നിർഭാഗ്യകരമായി പോയി. നമുക്കെല്ലാം വേദന ഉളവാക്കുന്നതും വിഷമം ഉണ്ടാക്കുന്നതാണ്. അവരുടെ വേർപാടിൽ നമ്മൾ ദുഃഖവും അനുശോചനവും ഒക്കെ ഇന്നലെ തന്നെ രേഖപ്പെടുത്തി. സംഭവം ഞങ്ങളിവിടെ ഇന്നലെ മേഖലാ അവലോകനവുമായിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ. അത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വിഷയം അറിയുന്നത്. അറിഞ്ഞ ഉടൻ തന്നെ മുഖ്യമന്ത്രിയുടെ അനുവാദം വാങ്ങി ഞാനും ആരോഗ്യവകുപ്പ് മന്ത്രി അങ്ങോട്ട് പോയി. ഞങ്ങളോട് ചെല്ലുമ്പോഴേക്ക് ആദ്യ റൗണ്ടിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞിരുന്നു. അപ്പോൾ രണ്ടുപേരെ കാഷ്വാലിറ്റിക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവരുടെ സ്ഥിതി എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഒരാൾക്ക് ചെറിയ ഇഞ്ചുറി ഉണ്ട്, അത് വയറിൻ്റെ ഭാഗത്ത് തൊലിപ്പുറത്തുള്ളതാണ്. മറ്റേ ആൾക്ക് സ്ട്രെച്ചറിൻ്റെ സൈഡ് കൊണ്ട് വേദനയുണ്ട്. ഇത് രണ്ടേ ഉള്ളൂ, അപ്പോൾ ഗൗരവമായി ഇല്ല എന്ന് അവിടെ നിലവിലുണ്ടായിരുന്ന ഡോക്ടേഴ്സും ഫയർഫോഴ്സും പറഞ്ഞു. അപ്പോൾ ആ സംഭവ സ്ഥലത്ത് എത്തിയ ഞാൻ തന്നെയാണ് ജില്ലാ ഫയർഫോഴ്സിലെ ഓഫീസർ ആരാണെന്ന് വിളിച്ചു വരുത്തിയിട്ട് അടിയന്തരമായി മണ്ണുമാന്തി യന്ത്രം JCBയോ ഹിറ്റാച്ചിയോ കൊണ്ടുവന്ന് ഈ മണ്ണ് മാറ്റി പെട്ടെന്ന് കാര്യങ്ങൾ അടിയിലുള്ളതോട് നോക്കാൻ പറഞ്ഞു. ഈ നിർദ്ദേശം കൊടുത്ത ഞാനാണ്. അപ്പോൾ നിർത്തിവെക്കാൻ പറഞ്ഞു എന്ന് പറയുന്നതൊക്കെ ആ സമയത്തുണ്ടാക്കിയ രാഷ്ട്രീയമായ ദുരുദ്ദേശത്തോടു കൂടിയ വാർത്തകളാണ്. വസ്തുതാപരമായി ഇതാണ്. ഞാനത് ഇന്നലെ തന്നെ പറയുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് ഹിറ്റാച്ചി കൊണ്ടുവരുമ്പോഴേക്കുള്ളൊരു പ്രശ്നം. ആ കെട്ടിടം മുമ്പ് 68 വർഷം മുമ്പുണ്ടായതാണ്. തികച്ചും അശാസ്ത്രീയമായിട്ടുണ്ടാക്കിയുള്ള കെട്ടിടം എന്നുള്ള നിലയ്ക്ക് അങ്ങോട്ട് കയറി വരാൻ ഒരു എൻട്രൻസും ഇല്ല. അപ്പോൾ ഒരു മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവരണമെങ്കിൽ ഒരു കെട്ടിടം പൊളിക്കണം. പൊളിച്ചാൽ നിരവധി രോഗികൾ താഴെ പോകും. അപ്പോൾ അവിടെ പൊളിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഏറ്റവും അവസാനം പ്രത്യേകമായ റാമ്പുണ്ടാക്കി കാഷ്വാലിറ്റിയുടെ അവിടുന്ന് രോഗികളെ കൊണ്ടുവരുന്ന റാമ്പുകൾ കൂടിയാണ് ഇന്നലെ അവസാനം ഹിറ്റാച്ചി കയറ്റി. അത് കയറ്റിക്കൊണ്ട് വരുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കവാടം 11-ാം വാർഡിലേക്ക് വരുമ്പോൾ അവിടെ വലിയ കമ്പിയാണ് മുകളിൽ നിൽക്കുന്നത്. അത് അറുത്ത് മാറ്റിയിട്ട് മാത്രമേ ഹിറ്റാച്ചിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. പിന്നെ വാള് അവർ പോയി എടുത്തുകൊണ്ട് വന്ന് അത് അറുത്ത് മുറിച്ച് മാറ്റിയതിന് ശേഷമാണ് ഹിറ്റാച്ചി മുന്നോട്ട് പോകുന്നത്. അപ്പം ഹിറ്റാച്ചി കയറി വരാൻ വേറെ ഒരു എൻട്രൻസും ഇല്ല. അത് പണ്ടുണ്ടാക്കിയ ഒരു അശാസ്ത്രീയമായ നിർമ്മാണത്തിൻ്റെ പ്രശ്നമാണ്. അത് നമുക്കിപ്പോൾ ഇപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞ് വേദനപ്പെട്ട് കാര്യമില്ല. അപ്പോൾ ഇനിയാണെങ്കിലും കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നിശ്ചയമായും അതിൻ്റെ സംവിധാനങ്ങൾ ക്രമീകരിക്കുന്നവരൊക്കെ അതിനാവശ്യമായ എൻട്രൻസൊക്കെ ഉണ്ടാക്കി ഭാവി ഇത്തരം ഇപ്പോൾ ചെയ്തിട്ടുള്ളതൊക്കെ ഇങ്ങനെയാണ് ആ സംഭവം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ മാന്തി എടുത്തപ്പോൾ ഈ രണ്ടാമത് ഈ ബിന്ദു പറയുന്ന സ്ത്രീ അടിയിൽ നിന്ന് കിട്ടി. ഈ സംഭവം ഞങ്ങളെല്ലാം അവിടെ ഉണ്ട്. അത് കൃത്യമായി കാഷ്വാലിറ്റിയിൽ ചെല്ലുമ്പോൾ നേരത്തെ തന്നെ മരണപ്പെട്ടിരുന്നു. ഇതാണ് കാണാൻ ഇടവന്നിരുന്ന സാഹചര്യം. അവിടെ ഒരു തരത്തിലുള്ള കാലതാമസവും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. യന്ത്രം കയറി വരാനുള്ള ബുദ്ധിമുട്ട് പ്രായോഗികമായി കെട്ടിടം ചുറ്റുമുള്ള ഒരു പ്രദേശമായിട്ട് പോയി നോക്കുന്നവർക്കറിയാം. ഇത് അകലെ നിൽക്കുന്നവർക്കാർക്ക് ഇത് അറിയില്ലല്ലോ. അവിടെ ഉണ്ടായിരുന്നവർ ഇത് വസ്തുതാപരമായി റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ചുറ്റും കെട്ടിടമാണെന്ന് കയറി വരണമെങ്കിൽ എത്രയോ പാടുപെട്ടാണ് ഹിറ്റാച്ചി അതിനകത്ത് കയറ്റിക്കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ് ഞങ്ങൾ കാഷ്വാലിറ്റി പോയി. അപ്പോൾ പരിക്കേറ്റ കുട്ടിയെ കണ്ടു. വയനാട്ടിൽ നിന്ന ഒരു കുട്ടിയാണ്. അത് അമ്മയുണ്ട്. അമ്മയായിട്ട് വന്നപ്പോൾ ബൈസ്റ്റാൻഡറായിട്ട് വന്ന കുട്ടിയാണ്. അതിന് ചെറിയ ഇഞ്ചുറി ഉള്ളൂ, പ്രശ്നമില്ല. മറ്റേ പരിക്കേറ്റ അമലിനെയും കണ്ടു. അയക്കും വലിയ കാര്യമായിട്ടില്ല. മറ്റേതാണ് മരണപ്പെട്ടത്. ഇങ്ങനെയായിരുന്നു ആ സംഭവം ഉണ്ടായത്.